ബ്രിട്ടീഷുകാരെ പോലും വിറപ്പിച്ച പത്മനാഭന്റെ കാവൽക്കാരൻ. ബബിയ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അനന്തപുരത്തെ രോമാഞ്ചമുണർത്തുന്ന വിസ്മയം എന്താണെന്ന് കേൾക്കണ്ടേ? ഒരു മുതലയെ വെടിവെച്ച് കൊന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരന് തൊട്ടടുത്ത ദിവസം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു മുതല മരിച്ചാൽ അതുവരെ കാണാത്ത മറ്റൊരു മുതല അതേ സ്ഥലത്തെത്തും. തോക്കിൻ കുഴലിന് മുന്നിലും തോൽക്കാത്ത ദിവ്യശക്തി. ഇതാണ് ബബിയയുടെ യഥാർത്ഥ കഥ. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കാസർകോട്ടെ അനന്തപുര തടാക ക്ഷേത്രം. അവിടെ നൂറ്റാണ്ടുകളായി കാവൽ നിൽക്കുന്ന ഒരു ദിവ്യശക്തിയുടെ കേട്ടാൽ രോമാഞ്ചം വരുന്നൊരു കഥയാണിത്. ഹലോ ഹായ്, ഞാൻ സുഭിക്ഷ ബി എൽദരാഡോ. കൗതുകകരമായ ഈ വിഷയത്തെക്കുറിച്ച് നമുക്കറിയണ്ടേ? വീഡിയോ മുഴുവനായിട്ട് കാണുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. പണ്ട് ബ്രിട്ടീഷുകാരെ പോലും അത്ഭുതപ്പെടുത്തിയ അനന്ത പത്മനാഭന്റെ കാവൽക്കാർ 1945 വെടിയേറ്റ് മരിച്ച ഒന്നാമത്തെ മുതല. അതിനുശേഷം 75 വർഷം നിവേദ്യ ചോറ് മാത്രം കൊണ്ട് ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബബിയെയും ഇപ്പോൾ അവിടെ എത്തിയ പുതിയ കാവൽക്കാരനും പ്രകൃതിയുടെ നിയമങ്ങൾ പോലും ഭക്തിക്ക് മുന്നിൽ മാറ്റിമറിച്ച ആ വിസ്മയമായ കഥ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഒരു മുതലയെ വെടിവെച്ച് കൊന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരന് തൊട്ടടുത്ത ദിവസം സംഭവിച്ചത് എന്താണെന്നറിയാമോ? കേട്ടാൽ രോമാഞ്ചം വരുന്ന ഒരു ചരിത്രമുണ്ട് കാസർകോട്ടെ അനന്തപുര തടാക ക്ഷേത്രത്തിന്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ഈ അനന്തപുര തടാക ക്ഷേത്രം. 1945 ഇവിടെ ഉണ്ടായിരുന്ന കാവൽ മുതലയെ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വെടിവെച്ചു കൊന്നു. എന്നാൽ വിസ്മയം എന്ന് പറയട്ടെ, തൊട്ടടുത്ത ദിവസം തന്നെ ആ പട്ടാളക്കാരൻ പാമ്പ് കടിയേറ്റു മരിച്ചു. എന്നാൽ അതിലും വലിയ അത്ഭുതം, ആ കുളത്തിൽ ദിവസങ്ങൾക്കകം മറ്റൊരു മുതല പ്രത്യക്ഷപ്പെട്ടു. അതാണ് നമ്മളെല്ലാം കണ്ട 2022 ഒക്ടോബറിൽ അന്തരിച്ച ഭക്തരുടെ പ്രിയപ്പെട്ട ബബിയ. 75 വർഷത്തോളം ഈ തടാകത്തിൽ ജീവിച്ച ബബിയ പൂർണ്ണ സസ്യഭുക്കായിരുന്നു. ക്ഷേത്രത്തിലെ നിവേദ്യ ചോറും ശർക്കര പായസവും മാത്രം കഴിച്ച് പൂജാരിമാർ പേരെടുത്ത് വിളിച്ചാൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു പുണ്യജീവി. അതുകൊണ്ട് തന്നെ ബബിയ വിട വാങ്ങിയപ്പോൾ ആ നാട് മുഴുവൻ കണ്ണീരണിഞ്ഞു. എന്നാൽ ഐതിഹ്യങ്ങളെ സാക്ഷിയാക്കി ബബിയയുടെ മരണത്തിന് തൊട്ടു മുൻപ് തടാകത്തിൽ മറ്റൊരു ചെറിയ മുതല കൂടി പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് മൂന്നാമത്തെ ബബിയ എന്ന പേരിൽ ആ പുതിയ കാവൽക്കാരൻ അവിടെയുണ്ട്. കാലങ്ങൾ മാറിയാലും യുഗങ്ങൾ കഴിഞ്ഞാലും തോക്കിൻ കുഴലുകൾ വന്നാലും അനന്തപുര തടാകക്കരയിൽ പത്മനാഭന്റെ കാവൽക്കാരൻ ജീവിക്കും. ഭക്തരുടെ മുഴുവൻ മനസ്സിൽ ഒരു വിസ്മയമായിട്ട് തന്നെ. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്കും ബബിയെ കാണാൻ തോന്നില്ലേ? ഈ അത്ഭുത കഥ എല്ലാവരിലേക്കും എത്തിക്കാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യും. അറിവുകൾ അവസാനിക്കുന്നില്ല. കഥകളും പുതിയൊരു അധ്യായവുമായി ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്, സുഭിക്ഷ ബി എൽദരാഡോ.